Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിത്. ഇപ്പൊ ഞാനിന്ന് വന്നത് വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പരിചയമുള്ള 2-3 ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു. അത് പൂർണ്ണമായും ഡിസ്മിസ് ആവാനാണ് ചാൻസ്. അപ്പം അത് ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ ഷെയർ ആണ് മുഖ്യം, ലൈക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പം റീസെന്റ് 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. 2-3 വലിയ ഞാൻ പറഞ്ഞ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പക്ഷെ വലിയ യൂട്യൂബേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം ചാനല് ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് ഷാഡോ ബാൻ അല്ലെങ്കിൽ ബാൻ കൊണ്ടുവന്നു മെറ്റ. അതിനുള്ള കാരണം എന്താണ് പറഞ്ഞു വെച്ചാൽ, ബെറ്റിംഗ് ആപ്സ്, ട്രേഡിംഗ് ആപ്സ്, അതേപോലെ തന്നെ ഗെയിമിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്യണ ഇൻഫ്ലുവൻസേഴ്സിനെയാണ്, പെയ്ഡ് പ്രൊമോഷൻ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആൻഡ് സൈബർ സെക്യൂരിറ്റി പേഴ്സൺ, അതിനുള്ള ഒരു മറുപടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ. കേരളത്തിലെ ഒരു വ്യക്തി സൈബർ സെല്ലിൽ, കേരള പോലീസിന്റെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കുകയും, കാരണം ഈ ബെറ്റിംഗ് ഗെയിമിംഗ് ആപ്പിൽ പൈസ നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയും, അവര് മെറ്റയെ ഇൻഫോം ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോയുടെ ഉള്ളിൽ പെയ്ഡ് പ്രൊമോഷൻ എഴുതി കാണിച്ച് പരസ്യം ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ബാൻ ചെയ്തു, ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്തു. ഇനി അവർക്ക് അത് അപ്പീല് പോവാം, 85 ഡേയ്സിന് അപ്പീല് പോവാം. അങ്ങനെ അപ്പീല് പോയാൽ തന്നെ അത് ശരിക്ക് കിട്ടണമെന്നില്ല. അപ്പൊ എന്താണ് ഇതിന് കാരണം നമുക്കൊരു കാര്യം അറിയാം, ഇന്ത്യയിൽ ഗാംബ്ലിംഗ് നിരോധിച്ച ഒരു രാജ്യമാണ്. അപ്പൊ ഈ ബെറ്റിംഗ് ആപ്പിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ച ആപ്പുകളാണ്. ആ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് ഗവൺമെന്റ്. അപ്പം നമുക്ക് ഗവൺമെന്റിനെ ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല, സൈബർ സെല്ലിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള പോലീസിന്റെ സൈബർ സെൽ അതിനുള്ള ആക്ഷൻ എടുക്കും. അവർ മെറ്റയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത്, മെറ്റ അത് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്തിട്ട് ആ വീഡിയോസ്, അതേപോലെ തന്നെ ആ ചാനലിന് വാർണിംഗ് കൊടുക്കില്ല. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, കാരണം അവരുടെ ആഡിലല്ല പോകുന്നത്, ഇവരെ വീഡിയോ തന്നെ എന്ത് ചെയ്യുക, അതിൽ വേറെ ആഡ് വരും, വീഡിയോ തന്നെ നമ്മൾ മെറ്റയുടെയും, അതേപോലെ തന്നെ ഞാൻ അതായത് മെറ്റയുടെ ഒരു ഭാഗമായിട്ടുള്ള ബോൺ ഓൺ ഇൻസ്റ്റാഗ്രാം സർട്ടിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം, നമുക്ക് പഠിക്കാണ്ട് ഓരോ പോളിസീസ്, അതേപോലെ യൂട്യൂബ് പോളിസീസ് വളരെ കൃത്യമായിട്ട് പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ പാലിച്ചു പോകുമ്പോ തന്നെ അതിൽ നമുക്ക് പല കാര്യങ്ങളും നോക്കാനുണ്ട്. ഇങ്ങനത്തെ പരസ്യങ്ങളിൽ എനിക്കൊക്കെ പെയ്ഡ് പ്രൊമോഷൻസിന് ഇഷ്ടംമാതിരി വരാറുണ്ട്. ഇങ്ങനെ അത് ചെയ്താൽ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചാനലുകൾ അത് പോവും, അല്ലെങ്കിൽ അക്കൗണ്ട് പോകുമ്പോഴുള്ള വിഷമം നമുക്ക് ഒരു ആസ് എ ഇൻഫ്ലുവൻസർ എനിക്കറിയാം. ഇതിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട പല വ്ളോഗേഴ്സിന്റെയും ഇൻസ്റ്റാ പേജ് ഇപ്പം ഡീആക്ടിവേറ്റ് ആണ്. വളരെ സങ്കടമായിട്ട് തന്നെ എനിക്കത് പറയാൻ കഴിയില്ല. അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അത് അവർക്കും വിഷമാണ്, എനിക്കും വിഷമാണ്. ഒരു കാരണവശാലും അത് ഞാൻ മെൻഷൻ ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പം മീഡിയക്കാര്, അതായത് പേപ്പർ മീഡിയാസ് ഇത് ചെയ്തു. ഇതിലൊരു വാക്കും കൂടെ പറയാം, ഇതേ ആഡുകള്, ഇതേ മീഡിയകൾ വരുന്നുണ്ട്. അത് പല പ്രശസ്ത ഫിലിം സ്റ്റാർസും, അവർക്കൊന്നും ഇത് ബാധിക്കില്ല കേട്ടോ. ഇതൊരു വാൽക്കഷ്ണമായിട്ട് ഞാൻ പറയാണ്. അത് മാത്രമേ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഇങ്ങനത്തെ ആപ്സ് ഇനിയെങ്കിലും, ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ആപ്പ് വരുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി നോക്കിയിട്ട് മാത്രം ചെയ്യാം. ശരിക്കും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് പറഞ്ഞത് ഇവിടെ ചെറിയൊരു പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നില്ല, ഞാൻ അതിന്റെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്മാർട്ട് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിങ്ങും വിത്ത് പോളിസീസ്, വിത്ത് AI,
കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ എൻസ്ക്രീനിന്റെ എന്റെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ അതിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങൾ പറയാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, പക്ഷെ അത് ഇടേണ്ട വരും. കാരണം എന്താ, അത് നമ്മൾ ആ പോളിസി മാനിക്കുന്നുണ്ട്. നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ടിക്ക് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ മറക്കണ്ട, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈവനിങ് നൈറ്റ് ആയിരിക്കും ക്ലാസ്. എനിക്ക് വേറെ ജോബ് ഉണ്ട്, അപ്പൊ നൈറ്റ് ക്ലാസ് ആണ്. 8 to 9:30 ഇന്ത്യൻ ടൈം ആണ്. ആ ടൈമിൽ മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്കും അത് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ആയതുകൊണ്ടാണ് ആ ടൈം വെക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. ഞാനൊരു ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ട് ഞാൻ എന്താ പറയാ, ഈ പുരകെത്തുമ്പോ വാഴ വെട്ടാനല്ല, പക്ഷെ ഇത് ശരിക്കും പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. പോണോന്ന് ഇൻസ്റ്റാഗ്രാം കോഴ്സ് ഉണ്ട്, യൂട്യൂബിന്റെ ഇതുണ്ട്, ഓരോ പോളിസീസും വായിക്കാൻ. പക്ഷെ നമ്മളിത് പഠിച്ചിട്ട് ഇത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓരോ അപ്ഡേറ്റും നോക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.